എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണനാളിൽ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അരിപ്പായസം വീഡിയോ ആണ്. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പവുമായിരിക്കും. പായസമൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് ചേർക്കുന്ന നാളികേര പാല് കൂടുതൽ അളവിൽ ചേർക്കുമ്പോഴും നല്ല കട്ടിയായിട്ടുള്ള പാല് ചേർത്ത് പായസം തയ്യാറാക്കുമ്പോഴുമാണ് പായസത്തിന്റെ രുചി കൂടുതൽ കിട്ടുന്നതും. ഇന്നത്തെ നമ്മുടെ വീഡിയോയും ആർക്കും എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് അരിപ്പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. ഇത് ഉണക്കലരിയാണ്. പാൽപ്പായസമൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് എടുക്കുന്ന അരിയാണ്. ഇനി നമുക്ക് ഈ അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിർത്താൻ വെച്ചു കൊടുക്കാം. അരി കുതിർന്നു വരുന്ന സമയം കൊണ്ട് ഒരു വലിയ നാളികേരം തിരുമ്മി 250 മില്ലി ഒന്നാം പാലും 500 മില്ലി രണ്ടാം പാലും 750 മില്ലി മൂന്നാം പാലുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ചുവടുകട്ടിയുള്ള ഉരുളി എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള മൂന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മൂന്നാം പാല് മുഴുവനും ഉരുളിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുതിർത്തിയെടുത്തിട്ടുള്ള അരിയാണ് ഇതിലേക്ക് വാരി ചേർക്കേണ്ടത്. നമ്മുടെ എടുത്തിട്ടുള്ള ഈ ഒരു അരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പച്ചരി ഉപയോഗിച്ചും ഇതുപോലൊരു പായസം തയ്യാറാക്കാനും സാധിക്കും. അങ്ങനെ അരി മുഴുവനും വാരി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. അരി അടപ്പിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അരി ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഉരുളി ഒന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. അരി വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ 1/2 കിലോ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര ഉരുക്കിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ശർക്കരയും നമുക്കൊന്ന് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ചെറിയ തീയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന അരിയിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇന്നത്തെ ഈ ഒരു അരിപ്പായസത്തിലേക്ക് കൂടുതൽ അളവിൽ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അരിപ്പായസത്തിലേക്ക് നെയ്യ് കൂടുതൽ ചേർക്കുമ്പോഴാണ് അതിന്റെ രുചിയും കൂടുതലായിട്ട് കിട്ടുന്നതും. അങ്ങനെ നമ്മുടെ അരി വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് തന്നെ അരി നന്നായിട്ട് വെന്ത് നല്ല കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന മൂന്നാം പാല് മുഴുവനും തന്നെ ഒന്ന് വറ്റി കിട്ടണം. അതുവരെയാണ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടത്. ഇനി വെന്ത് വന്നിട്ടുള്ള അരിയിലേക്ക് ഒരു നുള്ളു കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് കൊടുക്കണം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ശർക്കരയും നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ശർക്കര നന്നായിട്ട് ഉരുകി വന്നാലും അടുപ്പിൽ വെച്ച് ഒരു 5 മിനിറ്റ് കൂടുതൽ നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ശർക്കരയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം കുറച്ചൊന്ന് വറ്റിക്കിട്ടണം. അങ്ങനെ വീണ്ടും നമ്മുടെ അരി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അരിയിൽ ഉണ്ടായിരുന്ന വെള്ളം മുഴുവനും തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി രണ്ടാം പാല് ചേർന്ന് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇനി അരി രണ്ടാം പാലിൽ കിടന്ന് ഒന്നും കൂടെ തിളച്ചൊന്ന് കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടണം. അരി നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി രണ്ടാം പാല് മുഴുവനും തന്നെ ഒന്ന് വറ്റി കിട്ടുന്നത് വരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 10 മിനിറ്റ് ഒക്കെ ആയപ്പോൾ നമ്മുടെ രണ്ടാം പാലും നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി അരിയിലേക്ക് ശർക്കര പാനി മുഴുവനും തന്നെ നല്ലതുപോലെ പിടിച്ചു കിട്ടണം. അതുവരെയും നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കര പാനി ചേർത്ത് നല്ലതുപോലെ പായസം ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് ശർക്കര പാനി ഒന്ന് നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കാം. നല്ലതുപോലെ വറ്റി കുറുക്കി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നാം പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് ഓട്ടുരുളി ആയതുകൊണ്ട് ചട്ടിക്ക് നല്ല ചൂടുണ്ടാകും. അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പായസം തിളച്ചു പോവാതിരിക്കാനായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് കൂടുതൽ അളവിൽ നെയ്യും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു സ്വാദിനായിട്ട് കുറച്ച് ചുക്കും ഏലക്കായും കൂടി ചേർത്ത് പൊടിച്ച പൊടി കൂടെ ചേർക്കണം. വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പായസത്തിലേക്ക് ആശൂസൊക്കെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇതുപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇതിലേക്ക് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റി കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള അരിപ്പായസം ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു പായസം തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓണനാളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.